എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 30-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ ഗാത്രേണ ഭാവി മഹിമോചിത ഗൗരവം പ്രാഗ്വ്യാവൃണ്വതേവ ധരണീം ചലയന്നയാസീഹി ഛത്രം പരോഷ്മതിരണാർത്ഥമിവാദധാനു ദണ്ഡം ച ദാനവജനേഷിവ സന്നിധാതും. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ഗാത്രേണ എന്നാൽ ശരീരം കൊണ്ട്, ഭാവി മഹിമോചിത ഗൗരവം ഭാവിയിൽ വരാനിരിക്കുന്ന മഹത്വത്തിനു യോജിച്ച ഗൗരവം, പ്രാഗ് വ്യാവൃണ്വത ഇവ മുൻകൂട്ടി വെളിവാക്കുമാറുള്ള, ധരണീം ഭൂമിയെ, ചലയന്നയാസി ചലയൻ ത്വം അയാസി ചലിപ്പിച്ചുകൊണ്ട്, അതായത് കുലുക്കിക്കൊണ്ട് അങ്ങ് നടകൊണ്ടു അല്ലെങ്കിൽ യാത്രയായി, ഛത്രം കുടയുമായിട്ട്, എങ്ങനെ, പരോഷ്മതിരണാർത്ഥം ഇവ ശത്രുക്കളുടെ ചൂടിനെ അല്ലെങ്കിൽ വീര്യത്തെ തടയാനെന്ന പോലെ, ആദധാന എടുത്ത്, എന്തൊക്കെയാ എടുത്തത്, ദണ്ഡം ച ദണ്ഡുമായി, എന്തിനുള്ളതാ ദണ്ഡ്, അസുരന്മാരിൽ പ്രയോഗിക്കാൻ എന്ന പോലെ ഒരു നീണ്ട ദണ്ഡുമേന്തി ഭഗവാൻ മഹാബലിയുടെ കൊട്ടാരത്തിലേക്ക് യാത്രയായി. അതാണ് ദണ്ഡം ച ദാനവജനേഷിവ സന്നിധാതും എന്ന് പറയുന്നത്. ദണ്ഡം ച എന്ന് പറയുമ്പോൾ ദണ്ഡുമായി എന്നേ അർത്ഥം വരുന്നുള്ളൂ. ദാനവജനേ ശിവ സന്നിധാതും എന്നാകുമ്പോഴാണ് എന്തിനുള്ളതാണ് ആ ദണ്ഡ് എന്ന് വരുന്നത്. അതായത് അസുരന്മാരിൽ പ്രയോഗിക്കാൻ എന്ന പോലെ ഒരു നീണ്ട ദണ്ഡുമായി ഭഗവാൻ മഹാബലിയുടെ കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് യാത്രയായി. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ശത്രു സമൂഹത്തിൻ്റെ വീര്യം തടയാൻ എന്ന പോലെ ഒരു കുടയും പിടിച്ച് അസുരജനങ്ങളിൽ പ്രയോഗിക്കാൻ എന്ന കണക്കെ ഒരു നീണ്ട ദണ്ഡവുമേന്തി ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന മഹത്വത്തിനു യോജിച്ച ഗൗരവം ഇപ്പോൾ തന്നെ സൂചിപ്പിക്കുകയാണെന്ന് തോന്നുമാറ് തൻ്റെ ശരീരത്താൽ ഭൂമിയെ ചലിപ്പിച്ച് അങ്ങ് മഹാബലിയുടെ കൊട്ടാരത്തിലേക്ക് യാത്രയായി. ഹരേ കൃഷ്ണ.